ആക്ട് വന്നിട്ടുണ്ട്. ആ ഹെൽത്ത് ആക്ട് വന്നു കഴിഞ്ഞാൽ അതെന്തിനുള്ളതാണ്? അനധികൃതമായിക്കൊണ്ട് ആരെങ്കിലും അനാവശ്യമായിക്കൊണ്ട് ഈ ഡോക്ടർമാരുടെ ഡ്യൂട്ടിക്ക് തടസ്സം വരുത്തി മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൽ ഡോക്ടേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായ ഒരു സ്പെഷ്യൽ ആക്ടാണ് ആക്ട്. പക്ഷേ ആ സ്പെഷ്യൽ ആക്ടിൻ്റെ മറവിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അതിനെ നല്ലപോലെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ചില പരിണിത ഫലമാണ് നമ്മുടെ ഈ തിരുവങ്ങാടി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളത്. ഈ ഗവൺമെൻറ് പോളിസി ഈ ആരോഗ്യ രംഗത്ത് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ നീതി ആയോഗ് അടക്കം കേരളത്തിലെ ഈ ആരോഗ്യ രംഗത്തെ പ്രശംസിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത്തരം ചില പുഴുക്കുത്തുകൾ നമ്മുടെ ആ നേട്ടങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഈ തിരുവങ്ങാടി ഹോസ്പിറ്റൽ ഇത് മാറിയിട്ടുണ്ട്. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരായ സമരത്തിൽ യൂത്ത് ലീഗിന് പിന്തുണയുമായി CPM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ദുരനുഭവം നേരിട്ടവരെയും യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് UA റസാഖിനെയും കണ്ടു. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് നടത്തിയ ഉപവാസ സമരത്തിൽ UA റസാഖ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ഡോക്ടർമാരുടെ സംഘടന രംഗത്ത് വന്നതിന് പിന്നാലെയാണ് യൂത്ത് ലീഗിന് പിന്തുണയുമായി CPM നേതാക്കൾ എത്തിയിരിക്കുന്നത്. ആശുപത്രി സംരക്ഷണ നിയമവും പുതുതായി വന്ന സ്പെഷ്യൽ ആക്ടും ഡോക്ടർമാർ ദുരുപയോഗം ചെയ്യുകയാണെന്നും ഇതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ കാണുന്നതെന്നും തിരൂരങ്ങാടി CPM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് C ഇബ്രാഹിംകുട്ടി പറഞ്ഞു. തിരൂരങ്ങാടി ഹോസ്പിറ്റൽ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു നല്ല ഒരു ഹോസ്പിറ്റലാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലാണ്. കെട്ടിടം കൊണ്ട് മറ്റ് സൗകര്യങ്ങൾ കൊണ്ടൊക്കെ നല്ല രൂപത്തിലേക്കുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ അടുത്ത കാലത്തായിക്കൊണ്ട് ഇവിടെ ചികിത്സക്ക് വരുന്ന ആളുകളോട് ചില ഡോക്ടർമാർ വളരെ മോശമായിക്കൊണ്ട് പെരുമാറുന്നുണ്ട്. അതിൽ 2-3 ഡോക്ടർമാർ വളരെ മോശപ്പെട്ട രൂപത്തിലേക്കാണ് പെരുമാറുന്നത്. ഒരു കുട്ടി ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് അവരെ ഒരു ഷോപ്പിലേക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നായിരുന്നു. ആ ഷോപ്പിങ്ങിന് വന്ന സ്ഥലത്ത് വെച്ചിട്ട് എൻ്റെ അറിവിൽ വേങ്ങര സ്വദേശിയാണെന്നുണ്ട്. ആ ഷോപ്പിങ്ങിന് വന്ന സമയത്ത് ആ കുട്ടിക്ക് ഈ ഭാഗത്ത് എന്തോ പരിക്ക് പറ്റി ബ്ലഡ് ഒഴുകി പോവുകയാണ്. ആ കുട്ടിയുടെ ഫാദർ സ്വാഭാവികമായിക്കൊണ്ട് ചെറിയ കുട്ടിയാണ്. ആ ചെറിയ കുട്ടിയോട് എന്തായാലും ആ കുട്ടിയുടെ അച്ഛൻ എന്നുള്ള രൂപത്തിലേക്ക് ആ കുട്ടിയുടെ ഫാദർ ഉടനെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ഹോസ്പിറ്റൽ എന്ന രൂപത്തിലേക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സമയത്താണ് ഈ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ആളെ കാണില്ല. ഇവർ കാഷ്വാലിറ്റിയിൽ ഇരുന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ആളെ കാണില്ല. സമയങ്ങൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അവസാനം ഇദ്ദേഹത്തിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു, എന്താണ് ഇവിടെ ആരും വരാത്ത സംബന്ധിച്ച സമയത്ത് വളരെ മോശമായ രൂപത്തിലേക്കാണ് ആ ഡോക്ടർ അവരോട് പെരുമാറിയത്. ആ സമയത്ത് തന്നെ കൈക്കൊരു പരിക്ക്, വിരലിനൊരു പരിക്ക് പറ്റിയിട്ട് ഒരു സ്ത്രീയും കുട്ടിയും വന്ന സമയത്ത് അവരോടും ഡോക്ടർ കയർത്ത് സംസാരിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ പച്ചക്ക് ഞാൻ ഇപ്പോൾ നിങ്ങൾ തുന്നും, നിങ്ങൾക്ക് അനസ്തേഷ്യ പോലും നൽകാതെ നിങ്ങളുടെ കൈ പച്ചക്ക് ഞാൻ തുന്നും എന്നുള്ള രൂപത്തിലേക്ക് പറഞ്ഞ് അവസാനം അവർ പേടിച്ച് ഇവിടുന്ന് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ട്. ഇവർക്കൊരു ധാരണ ഉണ്ട്, ഒരു ആക്ട് വന്നിട്ടുണ്ട്. ആ ഹെൽത്ത് ആക്ട് വന്നു കഴിഞ്ഞാൽ അതെന്തിനുള്ളതാണ്? അനധികൃതമായിക്കൊണ്ട് ആരെങ്കിലും അനാവശ്യമായിക്കൊണ്ട് ഈ ഡോക്ടർമാരുടെ ഡ്യൂട്ടിക്ക് തടസ്സം വരുത്തി മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൽ ഡോക്ടേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായ ഒരു സ്പെഷ്യൽ ആക്ടാണ് ആക്ട്. പക്ഷേ ആ സ്പെഷ്യൽ ആക്ടിൻ്റെ മറവിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അതിനെ നല്ലപോലെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ചില പരിണിത ഫലമാണ് നമ്മുടെ ഈ തിരുവങ്ങാടി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് എൻ്റെ അടുത്ത് ഈ പറഞ്ഞ കുട്ടിയുടെ ഫാദർ വന്നിരുന്നു. അപ്പോൾ അവരോട് ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും പോലീസിനടക്കം ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇവർ ഈ പറഞ്ഞ ഈ നിയമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ നിയമം ദുരുപയോഗം ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരെ പീഡിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ ഡോക്ടർമാരൊക്കെ ചികിത്സിക്കുന്നത് ഗവൺമെൻറ്റിന് ശമ്പളം പറ്റിയിട്ടാണ്. ഈ ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നത് ഈ സാധാരണക്കാരായ ആളുകൾക്ക് യഥാസമയം സൗജന്യമായിക്കൊണ്ട് ചികിത്സ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവരുടെ ആരുടെയും ഇവർ പഠിച്ചിട്ടുണ്ടാകും. ആ പഠിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും നല്ല സഹായങ്ങൾ കൊടുത്തിട്ടാണ് ഓരോ ഡോക്ടർമാരും പറന്നു വീഴുന്നത്. പക്ഷെ അതൊന്നും ഓർമ്മയില്ലാതെ ജനങ്ങളെ, സാധാരണക്കാരനെ വലിയ രൂപത്തിലേക്ക് പ്രയാസപ്പെടുത്തുന്നുണ്ട്.
ഈ ഗവൺമെൻറ് പോളിസി എന്താ? ഈ ഗവൺമെൻറ് പോളിസി ഈ ആരോഗ്യ രംഗത്ത് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ നീതി ആയോഗ് അടക്കം കേരളത്തിലെ ഈ ആരോഗ്യ രംഗത്തെ പ്രശംസിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത്തരം ചില പുഴുക്കുത്തുകൾ നമ്മുടെ ആ നേട്ടങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഈ തിരുവങ്ങാടി ഹോസ്പിറ്റൽ ഇത് മാറിയിട്ടുണ്ട്. ഏരിയ സെക്രട്ടറി തയ്യിൽ അലവി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP ഇസ്മായിൽ, ഏരിയ കമ്മിറ്റി അംഗം C ഇബ്രാഹിംകുട്ടി എന്നിവർ ഇരകളെ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.